ജ്യോതിയുടെ കഥയുടെ അവസാന എപ്പിസോഡാണ് ഇന്ന്. ജ്യോതിയുടെ ജീവിതത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഇന്ന് പാനലിന് സാധിച്ചേക്കും. ജീവിതം സാക്ഷിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്നേഹത്തിന്റെ പേരിൽ ജ്യോതിക്ക് കൈവിട്ടുപോയ ജീവിതം ജ്യോതിയുടേത് മാത്രമല്ല, 2 കുഞ്ഞുങ്ങളുടേത് കൂടിയാണ്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ കണ്ണീരാണ് കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ നാം കണ്ടത്. ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരാതെ നിവൃത്തിയില്ലാത്ത ഈ ജീവിതം കോടതിയുടെ മുന്നിലെത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അല്ല, നിങ്ങളെ ഭാര്യയെ തല്ലല്, നിങ്ങളെ തല്ലുകൊള്ളുന്ന മൊത്തം ഇവരെ പ്രതിയാ തല്ലുകൊള്ളുന്നത്, മനസ്സിലായില്ലേ? അല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല. ഭർത്താവ് കണ്ടിരിക്കണ്ടേ, നമ്മൾ നമ്മളെ ഭാര്യ കണ്ടിരിക്കണ്ടേ? ഇവനൊന്നും ആ സമയത്ത് വരത്തില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ചോദിച്ചു നോക്ക്, അക്കത് വിട്ടിട്ടുണ്ട്, ചോദിച്ചു നോക്ക്. അപ്പുറത്ത് വാടകയ്ക്ക് നാളിക്കുന്ന നാട്ടുകാർ മൊത്തം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാം ആശുപത്രി കൊണ്ടുപോകണം. ഈ സാമാനത്തിന്റെ നിറവേട് കാരണം ഞാൻ ഇന്ന് കഴിഞ്ഞ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ഒത്തുതീർപ്പായി 2003 അന്ന് എൻ്റെ ഭാര്യ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഭർത്താവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ബന്ധം തുടരില്ലെന്നും ഞാൻ അതുകൊണ്ട് ഇനി ഉപദ്രവിക്കില്ലെന്ന്. ഏത് ബന്ധം തുടരില്ലെന്ന്? ഈ അനിയനുമായിട്ടുള്ള ഭർത്താവ് മുദ്രപത്രത്തിൽ ഇപ്പോഴും എൻ്റെ ഞങ്ങളെ കൊണ്ടുവന്ന റൂമിനകത്ത് നമ്പർ മുദ്രത്തിൽ നീയല്ല എഴുതി കൊടുത്തത്. ഇങ്ങനെ ഒരു ബന്ധത്തിന് ആവശ്യമില്ലെന്ന് പണ്ട് ജഡ്ജിക്ക് വേണ്ടെന്ന് എഴുതി കൊടുത്തോ? എന്നെ കൊണ്ട് മാരാരിക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് ബാബുജന്റെ ഓട്ടോ വിളിച്ച് വിട്ട് വീട്ടിലേക്ക് നീ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് ഈ അഗ്രിമെന്റ് ഒരു 50 രൂപ പത്രത്തിൽ എഴുതി വിട്ടു. ഇനി ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇന്ന ജഡ്ജി മുമ്പാകെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു എഴുതി ലെറ്റർ ഈ മുദ്രപത്രത്തിൽ എഴുതിയത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവരെല്ലാം നിങ്ങളെക്കുറിച്ച് എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ആരെ രക്ഷിക്കാനാ? എന്താ അയാൾ പറഞ്ഞെന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? മാഡം ഫോണിൽ വിളിച്ചിട്ട് അന്ന് കല്യാണം പോലും കഴിഞ്ഞില്ല, ഭാര്യയൊന്നുമല്ല, കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പൈസയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഫോണാണ്, വിളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ നീ ഇന്നലെ അവളെ കണ്ടോളൂ, വർഷങ്ങൾ കൊണ്ട് നടക്കുന്നതാണ്, ഞങ്ങൾ കാണുന്നതാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അയാൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ വിളിക്കാനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. വിളിച്ചിട്ട് നിങ്ങൾ എന്നാ കട്ട് ചെയ്തേ? അവിടെ ഇല്ലായിരുന്നു ആള്. ഇതിൽ ആളില്ലെങ്കിലും നിങ്ങൾ കട്ട് ചെയ്യണം. അപ്പോഴും ഞാൻ മിണ്ടാറില്ല. അതിന് മുമ്പ് പറയട്ടെ, അതിന് മുമ്പ് നിങ്ങൾ തർക്കമില്ല. നിങ്ങൾ അതിന് മുമ്പ് ഈ മൂന്നാറിൽ പോണതിന് മുമ്പേ തന്നെ അതിന് മുമ്പ് എന്തോ കാര്യത്തില് എന്ത് കാര്യം ഞാൻ പറയാം. ഇവന്റെ എറണാകുളത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്കറിയാം. അല്ല, അപ്പോട്ടെ, നിങ്ങൾക്ക് എറണാകുളത്തെ കാര്യങ്ങൾ ഇവന് പിന്നെ കല്യാണത്തിന് മുമ്പ് തലേ ദിവസം പിന്നെ കുറെ സ്പ്രേ എടുത്തു അക്കയ്ക്ക് കൊണ്ടേ കൊടുത്തേക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനെടുത്ത് ആ കടയിൽ നിന്ന് അടിച്ചതെന്നാണ്. അത് ഞാൻ നേരിട്ട് കണ്ടതാ. വേറെ കടയിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു. അവൻ നിന്ന കടയിൽ നിന്ന് മാനേജർ ഇല്ലാതെ ആ കടയിൽ നിന്ന് മൊത്തം 5-6 സ്പ്രേ അടിച്ച എനിക്ക്. ഞാൻ കല്യാണത്തിന് മുമ്പ് ഏത് കടയിലാണ് നിന്നത്? എന്റെ ഭാര്യ ഇപ്പോഴും കടയുണ്ട്, ഇപ്പോഴും ആ കട അവിടെ ഇരിപ്പുണ്ട്. 25 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കാൻ പറഞ്ഞ കടയില്ലേ, ആ കട 5 പൈസക്ക് വകയില്ല. അവിടെ കടയിൽ ജോലിക്കല്ല, അവന്റെ ഫ്രണ്ടായിരുന്നു. അയാൾ എന്നെ കുറിച്ച് ഇപ്പോഴും പറയില്ല. അയാൾ ട്രിവാൻഡ്രത്തുള്ള ഇപ്പൊ അഡ്രസ് തരാം. റഹീമിക്കാന്റെ അതിൻ്റെ അടുത്ത് പറയണം. അന്ന് പറയണം, ആലുവയിലൊരു നെടുമ്പാശ്ശേരി ഒരു എയർപോർട്ടിലൊരു കടയുണ്ട്. ഈ സൗത്ത് റിവേഴ്സിന്റെ പിന്നെ നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് കിടക്കുന്ന റോഡാണ്. അവിടെ ഒരു കടയുണ്ട്. ആ 2 കട ഇങ്ങനെ മേടിക്കാൻ പോകുന്നത്. 5 പൈസക്ക് നാട്ടിൽ നിന്ന് നാട് വിട്ട് പോകാൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പൈസ ഇല്ലാത്തവന് 10-30 ലക്ഷം രൂപ കൊടുത്ത് കട മേടിക്കാൻ പോകും. ഞാൻ അങ്ങനത്തെ വ്യത്യാസം ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഞാൻ എന്തിനാ ഗൾഫിൽ പണി ഇത് കൊടുത്തിട്ട്? ഞാൻ പറഞ്ഞു പ്രകാശന പറഞ്ഞു, അവന് വെറുതെ സൂക്കനാണെന്ന് പറഞ്ഞു. പ്രകാശ കടയിൽ നിന്ന് കട്ടതൊക്കെ തുടങ്ങിയോ? മോഷ്ടിച്ചതല്ല മാഡം, ഞാൻ അവിടെ പൈസ കൊടുത്ത് വാങ്ങിച്ച് പല സാധനവും അവളെ കൊടുക്കാൻ വേണ്ടി അവരെ കൊടുത്തു വിട്ടിരുന്നു. അത് മോഷ്ടിച്ചതെന്ന് അവനല്ലേ പറഞ്ഞത്? ആണ്, ആ ഒരു സാക്ഷി ഞാനാണ്. കളിച്ച ആ കട മാനേജർ ഇല്ല, നീ മാത്രമല്ലായിരുന്നു അവിടെ. അപ്പോൾ അവരാരെങ്കിലും പറഞ്ഞു സാധനം കാണാതെ പോയിട്ടില്ല? അവർക്കറിയാൻ പറ്റില്ല, അതുകൊണ്ടല്ല അത്ര നേരത്തെ പറഞ്ഞു. കണ്ട ഞാൻ മാത്രമേ ഉള്ളൂ. ഇവളുടെ അച്ഛൻ അഡ്മിറ്റായിട്ട് കിടന്നപ്പോൾ വെളുപ്പാങ്കാലത്ത് വന്ന് ആ കഥ തല്ലി പൊളിച്ച ചുമ്പയാണ്. എൻ്റെ അച്ഛൻ പിന്നെ സീരിയസ് ആയിട്ട് ജൂലൈ 25-ാം തീയതി ആശുപത്രി പോകണം കഴിഞ്ഞ വർഷം. അന്ന്
അന്ന് ഇതുപോലെ എന്നെ ഇവിടെ എന്നെ ഇവിടെ തല്ലിയിട്ടിരിക്കുകയായിരുന്നു. തല്ലിയിട്ട് കഴിഞ്ഞ് അന്ന് വൈകുന്നേരമാണ് ഇവിടെ ഫോൺ വന്ന് ഇങ്ങേരെ തന്നെ വിളിച്ചു. നാട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛന് സീരിയസ് ആയിട്ട് കൊണ്ടുപോയിക്കണമെന്ന്. എന്നെ വിടാതെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ അമ്മ ആശുപത്രിയിലാണ്. അപ്പൊ ഇവിടുത്തെ അമ്മയുടെ അടുത്ത് ആശുപത്രി ചെന്നിച്ച് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ വീട്ടിൽ പോകും, അച്ഛനെ ഇതുപോലെ സീരിയസ് ആയിട്ട്. അപ്പോൾ പ്രകാശനോട് നീ പറഞ്ഞോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രകാശനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞ അമ്മ ഞാൻ ഇനി തിരിച്ചു വരത്തില്ല കേട്ടാ. അപ്പോൾ എൻ്റെ മേല് മുഴുവനും ഇടിച്ച് ചതച്ചിട്ടിരിക്കുക. ഇവർക്ക് വീട് അച്ഛൻ എഴുതി കൊടുത്തു എന്നും പറഞ്ഞുണ്ട്. അന്ന് രാത്രി വീട്ടിൽ വന്നേച്ച് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ വാതില് അടിഭാഗം മുഴുവൻ ഇടിച്ച് പൂട്ട് പൊളിക്കാൻ നോക്കി ഞാൻ അതിനകത്തുണ്ടെന്ന് വിചാരിച്ചായിരിക്കും. ഞാനാണോ പ്രകാശ്? മേഡം ഈ പറഞ്ഞതിൽ പകുതി സത്യമാണ്, പകുതിയല്ല ഫുള്ള് സത്യം. തയ്യാറാക്കിയിട്ടല്ല. എൻ്റെ അമ്മയ്ക്ക് അവള് ചോറുണ്ടാക്കി കൊണ്ടു കൊടുത്തിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയി. ഇവള് രാവിലെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പണി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു അവൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഇവളെ അമ്മയെ വിളിക്കുന്നു ഹോസ്പിറ്റലിൽ. ഇവളെ അമ്മയെ വിളിച്ചപ്പോൾ ഇവളെ അമ്മ പറഞ്ഞു ജ്യോതി വീട്ടിലാണ്, വീട്ടിൽ കാണും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെ വീട്ടിൻ്റെ ഒപ്പം അപ്പം ഇവരെ വീട്ടിൽ കയറാനോ സംസാരിക്കാനോ ഞാൻ സമ്മതിക്കില്ല, അവൾ പോകാറുമില്ല. ഞാൻ ചെല്ലുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് അവൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മായ ചേച്ചിയുടെ വീട്ടിൽ കിടപ്പുണ്ടെന്ന്. ഞാൻ മായ ചേച്ചിയുടെ വീട്ടിൽ പോയി പറഞ്ഞു ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ഇവരെ വീട്ടിൽ രാത്രി 11:30 കഴിയുന്നു. ഇവരെ വീട്ടിൽ വന്നു. ഇവരുടെ 2 പാളിയാണ്. താഴത്തെ പാളി തള്ളി തുറന്ന് അതിനകത്ത് കയറി കിടന്നു എന്നുള്ള സത്യം. ഇവള് എൻ്റെ അടുത്ത് പറയാതെ ആശുപത്രി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിൽ പോയി കിടന്നു. അവരെ വീട്ടിൽ അവന്റെ വീടല്ല, പെങ്ങളോട് താമസിച്ചു, വേറെ ആരും അല്ലല്ലോ. അമ്മയെ തല്ലിയിട്ടുണ്ടോ പ്രകാശ്? ഇപ്പൊ അമ്മയെ വിളിച്ചു തരാം. ഇവര് പറയണ എല്ലാ എന്നെ ഇടിച്ചപ്പോഴത്തേന് അമ്മ ഇടയ്ക്ക് വന്നതാ. അമ്മ ഉപദേശിക്കാൻ വന്നതാ. അമ്മ തള്ളി താഴെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കാൻ. അയ്യോ മാഡം ഇത് ഇവര് പറഞ്ഞ ആരോ പ്രകാശ് അമ്മയെ വിളിക്കാൻ സംസാരിക്കട്ടെ. അമ്മ തന്നെയാണോ? നോക്കണം. കല്യാണത്തിന് ഹലോ, അമ്മയുടെ പേരെന്താ? ലീല. ആ ലീലമ്മയാണോ? ലീലമ്മയാണോ? ലീലാഭായ്. മോന്റെ പേരെന്താ? മോന്റെ പേരെന്താ? പ്രകാശ് എന്നാണോ? മോനും ഭാര്യയായിട്ട് എന്തിനാ പിണങ്ങിയത്? ആ ശരി ശരി, ഓക്കെ അമ്മ, ഓക്കെ അമ്മ. അമ്മ തന്നെയാ മോനെ സപ്പോർട്ട് ചെയ്യണത് എല്ലാ കാര്യത്തിലും. ഇതുപോലെ ഒരു പെണ്ണ് കേസിൽ എന്തായാലും അമ്മയില്ല, അമ്മ അങ്ങനെ വിട്ടുകൊടുക്കും. ശരിയാണ്, മകനെ വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ തെറ്റ് ചെയ്താൽ തെറ്റാന്ന് പറയാം. നമ്മളൊരു സദസ്സിലിരുന്ന് നമ്മളൊക്കെ സംസാരിക്കുന്ന കേൾക്കും. അമ്മ അത് ഞാനും അല്ല കണ്ടത്. മകൻ അമ്മയെ തള്ളിയിടുന്നത് ഞാനല്ല കണ്ടേ, ഇങ്ങേരുടെ മോനാ കണ്ടത്. ഇങ്ങേരുടെ മോൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞത്, ഇങ്ങേരുടെ അമ്മാവനോട് പറഞ്ഞു. പിറ്റേ ദിവസം കൊച്ചിനോട് കളിയായിട്ട് ചോദിച്ചു, പിന്നെ നീ അല്ലേടാ അച്ഛമ്മ പിടിച്ച് തള്ളിയിട്ടേന്ന്. അമ്മ ആരോടും പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു നീ ആരോടും പറയുകയും ചെയ്യരുതെന്ന്. ഞാൻ ആരോടും പറഞ്ഞില്ല ആ സെക്കൻഡ് വരെ. കുഞ്ഞിനോട് ചോദിച്ചു നീ അല്ലേടാ അച്ഛമ്മ പിടിച്ച് തള്ളിയിട്ടേന്ന്. കളിക്ക് ചോദിച്ചപ്പോൾ കൊഞ്ച് ഒച്ചെടുത്തായിരിക്കും പറഞ്ഞു ഞാനല്ല എൻ്റെ അച്ഛനാ തള്ളിയിട്ടേന്ന് പറഞ്ഞു. ഇവന്റെ ഒക്കെ നെഞ്ച് ഇവനെ സത്യം പറഞ്ഞില്ലേ, നല്ല ചൂട് നമുക്കൊരു അറ്റടി കൊടുക്കാനില്ല, അത് ഇതാവും. അവൻ അടി കിട്ടിയിട്ട് ഓരോ പെൺപിള്ളേരെ വിളിച്ചിട്ട് ട്രാപ്പ് ചെയ്യണ എങ്ങനെയാണെന്നറിയാവോ? ഓരോ പെൺപിള്ളേരോട് പറയും ഞാൻ പിന്നെ കണ്ടവരുടെ കൂടി ഒളിച്ചോടി പോയി, എന്നിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പെൺപിള്ളേരെ വിളിച്ച് ട്രാപ്പ് ചെയ്യും. അവരത് വിശ്വസിക്കും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ എത്ര പെൺപിള്ളേരുടെ ഇന്ന് ഞാൻ ചീത്തയായിട്ടിരിക്കുന്നു. ഇങ്ങേരിത് ഞാൻ ബാംഗ്ലൂർ നഴ്സായിരുന്നു, പിണങ്ങിപ്പോയതല്ല, വേറൊരുത്തൻ്റെ കൂടി കാമുവിൻ്റെ കൂടി ഒളിച്ചോടി പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പെണ്ണുങ്ങളെ വിളിച്ച് അവളുമാരെ എന്നോട് ചീത്ത പറയണു. നിനക്ക് തോന്നിയാസം നടക്കാമെങ്കിൽ നിന്റെ ഭർത്താവിന് എന്നെ വിളിക്കാമെന്ന്. ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് ഒരു പെണ്ണ് പറഞ്ഞ മറുപടിയാണ്. പിന്നെ പത്തനംതിട്ടയിലുള്ള ഒരു പെൺകൊച്ചി എന്നോട് മാപ്പ് പറഞ്ഞു. എൻ്റെ മോൻ 5 മാസമുള്ളപ്പോഴാണ് ആ കൊച്ചി എന്നോട് മാപ്പ് പറയണത്. ഇതൊക്കെ ശരിയാണോ? ശരി, അങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ എങ്ങനെയാണ് മാഡം ഇത്രയും നാളെ ഈ ബന്ധം? അതന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ക്ഷമിച്ച് ഇതേ കംപ്ലൈന്റുകൾ നേരത്തെ പറയായിരുന്നല്ലോ. ഞാൻ പലതവണ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ ആരോപണങ്ങൾ പത്തനംതിട്ട എനിക്കറിയില്ല, ഇതും എനിക്കറിയില്ല. ഓ പ്രകാശ, ഈ പറഞ്ഞ വേദി ശരിക്കും പറയേണ്ട വേദിയാണിത്. ഇനി ഇതുപോലെ ഒരു പെണ്ണ് ഇനി ഇതുപോലെ ഒരു പെൺപിള്ളേര് മറ്റൊന്നും എന്നെ പോലെ ഒരു പെണ്ണു ഇനി ഇങ്ങേരുടെ വലയിൽ വീഴരുത്.
എന്നാന്ന് വെച്ചാൽ ഇങ്ങേർക്ക് ആരുമില്ല, ഒന്നുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ദിവസമുണ്ട് എൻ്റെ മുമ്പിൽ. അങ്ങനെ അത്രയും സിമ്പതി തോന്നിയിട്ട് സ്നേഹിച്ചു പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞത്, അച്ഛനും അമ്മയും ഇല്ലാതെ മക്കൾ ജനിക്കും അച്ഛാന്ന്. ആരുമില്ലെങ്കിൽ അങ്ങനെ രണ്ടുപേരുണ്ടാവുമല്ലോ. അതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണ് ദൈവം തന്ന ശിക്ഷയായത്. എൻ്റെ അച്ഛനോട് ഞാൻ ആ ഒരു വാക്ക് പറഞ്ഞേന്. എൻ്റെ മക്കൾക്ക് ഇപ്പോൾ അച്ഛനില്ലാണ്ട് വളരുന്നു. ഈ 7 മാസം ഞാൻ വീട്ടിൽ പോയി നിന്ന സമയത്ത് ഇങ്ങേരെ ഒരു വീട്ടിൽ ആളുകൾ പിടിച്ച്, ഇങ്ങേരുടെ നാട്ടുകാർ തന്നെ പിടിച്ചു കെട്ടി വെച്ചു. പിന്നെ കുന്നിലുവിള വീട്ടിലെ പിന്നെ ഓമനാമ്മയുടെ മോനാണല്ലോ എന്ന് വെച്ച് അഴിച്ചു വിട്ടു. ഇത് ഞാൻ അറിഞ്ഞിട്ട് ഈ അമ്മയും മോനെയും കൂടി ഇരുത്തി ഞാൻ ചോദിച്ചു, ഈ കാര്യം അമ്മ അറിഞ്ഞതല്ലേ, സത്യമല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ എടുത്തു വയ്ക്കും പറഞ്ഞു, നിനക്ക് അവനെ വേണ്ടാന്ന് വെച്ച് പോയിട്ടല്ലേ ഇവൻ അതിന് പോയെന്ന് ഒരമ്മ പറയാവോ? അത് എന്നെ എവിടെ പിടിച്ചു കെട്ടി വെച്ചെന്ന്? എവിടെ പിടിച്ച് കെട്ടി വെച്ചാൽ ഞങ്ങൾക്കറിയാം. വീട് കൊണ്ട് കാണിച്ചു തരാം ഞാൻ. എന്റെ കൂടി ഞാൻ പറഞ്ഞു തരാം. എന്നെ പിടിച്ചു കെട്ടി വെച്ചെന്ന് ഇപ്പൊ കോംപ്രമൈസ് ഒന്നും ഇല്ല. നമ്മൾ അല്ല, നീ പറയുന്നത് എന്ത് ഞാൻ അംഗീകരിക്കും. ഇത്രയും നാളെ ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ പിന്നെ ഇപ്പൊ നീ ഒപ്പിടാൻ പറഞ്ഞാൽ ഒപ്പിടും. ഇങ്ങനെ ഒരു സംഭവം എന്നെ ആ നാട്ടിൽ ഒരാൾ പിടിച്ചു കെട്ടി വെച്ചേക്കും. ആ പെൺകൊച്ചിന്റെ കല്യാണം കഴിഞ്ഞത് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കിയതിന് കുറെ ദിവസം കഴിഞ്ഞാണെന്ന് ഞാൻ തെളിച്ചു തരാം. എന്നെ പിടിച്ചു കെട്ടി വെച്ച പരീക്ഷണ മാമനെ വിളിക്കാം. ഇങ്ങേരുടെ നേരെ വീട്ടിലെ മുകളിലെ വീട്ടിലെ പരീക്ഷണ മാമൻ, ഇങ്ങേരുടെ ഒരു മാമൻ തന്നെയാ. ആ മാമനാണ് എന്നോട് വന്നിച്ച് പറയണേ. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ആ പരീക്ഷണ മാമൻ എന്നോട് വന്നിച്ച് പറയണേ, പ്രകാശ് ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, നീ സൂക്ഷിച്ചോണം. ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന അടുക്കള പറയാൻ അവിടെ വന്നിരുന്ന എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര പേരുടെ കൂടി പോകണം? ചോദിച്ചോ. ഈ പ്രകാശൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഇപ്പൊ പറഞ്ഞല്ലോ ഇന്ത്യ ബോംബെ വരെ പോയിട്ടുണ്ട്. ഈ ബോംബെ വരെ പോയിട്ടല്ലേ ഈ ഫോട്ടോ കണ്ടെങ്കിലും ആരെങ്കിലും ഒരാൾ അന്വേഷിച്ചു വരും. അതുപോലെ എൻ്റെ മൂത്ത കുഞ്ഞിന് ഒരു അസുഖം ഇന്ന് വരെ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞിന് അസുഖം. ആ കുഞ്ഞിന് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് 25,000 രൂപ അവരുടെ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോന്നിട്ട് പിന്നെ ആ ഭാഗത്ത് പോയില്ല. പിന്നെ ഒരു പോയിസൺ അടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വണ്ടാനത്ത് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. തീർന്നു. അവർ പിന്നെ ലാസ്റ്റ് വീട് തിരക്കി, എൻ്റെ വീട് തിരക്കി, എൻ്റെ വീടും പുരയിടോ ഇങ്ങേരുടെ പേരിലാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞിട്ട് തിരക്കി വീട്ടിൽ വന്നു. എന്തിനും ഇങ്ങനെയൊക്കെ സ്വന്തം കുഞ്ഞിന് ഞാൻ വിഷം കഴിച്ചു കിടക്കണം. അതിന്റെ കോപ്പിയും അഡ്രസ് ഇല്ലല്ലോ. എന്നെ എത്ര തവണ വിളിച്ചു ചോദിച്ചു ഈ അഡ്രസ് ഒന്ന് കൊടുക്കാവോന്ന്. ലാസ്റ്റ് ഇങ്ങേരുടെ അമ്മ എന്നോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നീ ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കല്ലേടി, അവരോട് അവർ വിളിക്കുമ്പോൾ പറ ഇവിടെ ഒരു പാവം പിടിച്ച അമ്മ മാത്രമേ ഉള്ളെന്ന്. അങ്ങനെ ഞാൻ ലാസ്റ്റ് വിളിച്ചു. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ കൊണ്ടുപോയി ഇങ്ങേരെ ആ ഓഫീസിൽ കൊണ്ടുപോയി മാപ്പ് പറയിക്കാൻ. ഇങ്ങേരുടെ അമ്മ എന്നോട് അന്നേരം പറയാ, നീ ചെന്ന് ജോലി ചെയ്ത് കൊടുത്ത് തീർക്കാന്ന് പറയാൻ കടം. അച്ഛൻ മരിച്ചത് പറഞ്ഞത് ഇങ്ങേരാ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞ്, ബിജു ഇങ്ങനെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് പിന്നെ എപ്പോഴും അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് ഇന്ന സമയത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇറങ്ങിയപ്പോൾ അന്ന് പോരാ നേരത്തെ അമ്മ 4,000 രൂപ ഇങ്ങനെ ഈ കൈ കൊടുത്താണ്. ഇവിടെ എന്റെ അമ്മ 22,000 രൂപയും കൊണ്ടാണ് എന്റെ അമ്മ അച്ഛന് ചികിത്സിക്കാനായിട്ട് 20 ദിവസം ഇവിടെ വന്ന് നിന്നോളൂ. ഈ 22,000 രൂപ ഞങ്ങൾ സമ്പാദിച്ചാൽ നാട്ടുകാരെല്ലാം കൂടെ സഹകരിച്ച് ആംബുലൻസിന് കൊടുക്കാൻ പൈസ ഇല്ല പുള്ളിയുടെ കയ്യിലെന്ന് പറഞ്ഞത് കൊണ്ടാണ് അമ്മ അങ്ങോട്ട് 4,000 രൂപ കൊടുത്തത്. ഈ ആംബുലൻസ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അവിടെ വിളിച്ചു പറഞ്ഞു, പിന്നെ ആംബുലൻസിന് കൊടുക്കാൻ പൈസ ഇല്ലെന്ന് നമ്മൾ അറിയാതെ അവിടെ വിളിച്ചു പറഞ്ഞിട്ട് അവര് പൈസ കൊടുത്തു. പൈസ എപ്പോഴും കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച്. അതുപോലെ തന്നെ അച്ഛൻ്റെ ആണ്ട് നടത്തി ഞാൻ കൊണ്ട് ലിസ്റ്റ് കൊടുത്ത് ഞാൻ അറിയാതെ സാധനം മേടിച്ചില്ല. ആ പൈസ ആ 3,000 രൂപ ബില്ലായി. അപ്പൊ അമ്മ പൈസ കൊടുത്തു വിട്ട് സാധനം എടുത്തിട്ട് പോന്നു. 2-3 ദിവസം ആ കടക്കാരൻ വിളിച്ച് പൈസ കിട്ടില്ല. ഇവർ ആ പൈസ കൊണ്ട് മുങ്ങി. എന്ന് ഇത് തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു കടക്കാരൻ. നിങ്ങൾ കൊടുക്കാതെ ബാലൻസ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ നിന്റെ അടുത്തും പറഞ്ഞില്ല. 800 രൂപ പൈസ ആവട്ടെ, ഒരാൾക്ക് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. എടി നീയെങ്കിലും അറിഞ്ഞിരിക്കണോന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞോ? നാട്ടുകാർ വീട്ടിൽ വന്ന് കടക്കാർ വീട്ടിൽ വന്നു കഴിഞ്ഞാണോ പറഞ്ഞത്? അച്ഛനെയും കൊണ്ട് റേഡിയേഷന് പോയിക്കൊണ്ടിരുന്നപ്പോഴും ഓരോ ദിവസം 1000 രൂപ ബാലൻസ് 1 രൂപ അങ്ങോട്ട് തിരിച്ചു കൊടുക്കില്ല. ഈ മെഡിക്കൽ കോളേജ് വരെ പോയിട്ട് വരുമ്പോഴത്തേന് 300 രൂപ കൂടി വന്ന ചെലവ്. ബാക്കി പൈസ ഞാൻ ഒരു ദിവസം അമ്മയുടെ മുമ്പിൽ നിന്ന് കണക്ക് ചോദിച്ചു. ഈ അമ്മയെ കൂടി ഇരുത്തിയേ ഞാൻ എല്ലാം ചോദിക്കുള്ളൂ, സാക്ഷിയായിട്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എൻ്റെ അച്ഛനെ കൊണ്ടുപോകണതിന് പ്രകാശൻ ചേട്ടൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ബാലൻസ് പൈസ എന്തെന്ന് ചോദിച്ചു. അപ്പോഴ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാക്കറിയാവോ,
ഞാൻ ജോലിക്ക് പോകുന്നില്ല. അപ്പൊ എനിക്ക് എന്റെ കാര്യം നടക്കണ്ടേന്ന്. എന്താ ഫൈനൽ ഡിസിഷൻ പറയും? ജ്യോതിയാണ് ഇപ്പൊ എല്ലാം തീരുമാനിക്കേണ്ടത്. എന്താ വേണ്ടെന്നുള്ള തീരുമാനം. നിങ്ങളുടെ ക്രൂരത കൊണ്ടാണ് ആ കുട്ടിക്ക് വേറിട്ട് നിൽക്കേണ്ടി വരുന്നത്, ബന്ധം വേണ്ടാന്ന് വെക്കേണ്ടി വരുന്നത്. അപ്പം ബന്ധം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഇയാളുടെ ക്രൂരത കാരണം നിങ്ങൾക്ക് ഒത്തുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ബന്ധം വിടർത്തി കിട്ടണം, ഡൈവോഴ്സ് വേണം എന്നും പറഞ്ഞ് നമുക്ക് ഫാമിലി കോടതിയിൽ കേസ് കൊടുക്കാം. നിങ്ങളുടെ 8 പവൻ സ്വർണം എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ 8 പവൻ സ്വർണം തിരിച്ചു കിട്ടാൻ അവകാശപ്പെടാം. പിന്നെ നിങ്ങൾക്കും കുട്ടികൾക്കും ചെലവിന് കിട്ടാൻ, കുഞ്ഞുങ്ങൾ മൈനേഴ്സാണ് 2 പേരും. പെൺകുട്ടിക്ക് വിവാഹം വരെയും ആൺകുട്ടിക്ക് 18 വയസ്സാകുന്നത് വരെയും അച്ഛൻ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇത്രയും നിയമപരമായ അവകാശങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിന് നിങ്ങൾക്ക് ഫാമിലി കോടതിയെ അപ്രോച്ച് ചെയ്യാം. അതായിരിക്കും നല്ലത് കേട്ടോ. നിങ്ങൾ എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? നിയമപരമായി നിലനിൽക്കത്തില്ല. നിയമപരമായിട്ട് തന്നെ പോയിക്കോളൂ. അങ്ങേ റെഡി ആയിരിക്കല്ലേ ചെലവിന്. ജ്യോതിയുടെയും പ്രകാശിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇതിൽ നമ്മളൊന്നും തീരുമാനിക്കാനൊക്കില്ല. ഇപ്പോൾ നമുക്ക് പാനലിനോട് ചോദിക്കാം. 2 പേരുടെയും ഭാഗം നമ്മൾ കേട്ടതിൽ നിന്നും ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അറ്റ്മോസ്റ്റ് ക്രൂവൽറ്റിയാണ് വിവാഹ നാൾ തൊട്ട് ഇന്ന് വരെയും ഈ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. പ്രകാശ് ബന്ധം തുടർന്നുകൊണ്ട് പോകാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നെങ്കിലും അതിനകത്ത് യാതൊരു ആത്മാർത്ഥതയും നമുക്ക് കാണാൻ കഴിയില്ല. അത് വാദത്തിന് വേണ്ടി മാത്രം അയാൾ പറയുന്നതാണെന്നാണ് തോന്നുന്നത്. ഭാര്യയ്ക്ക് ബന്ധം വിടർത്തി കിട്ടണമെന്നാണ് താല്പര്യം. അങ്ങനെയാണെങ്കിൽ ബന്ധം വിടർത്തി കിട്ടാൻ ഡൈവോഴ്സിന് ഫാമിലി കോടതിയെ സമീപിക്കാം. ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കിട്ടാൻ ഭർത്താവിൽ നിന്നും അർഹതയുണ്ട്. ജ്യോതിയുടെ 8 പവൻ സ്വർണം ഭർത്താവ് എടുത്തിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടാൻ ഭാര്യയ്ക്ക് അർഹതയുണ്ട്. അത് കിട്ടാൻ ചോദിക്കാം. മകൾക്ക് വിവാഹം വരെയും മകന് 18 വയസ്സ് വരെയും ചെലവിന് കൊടുക്കാൻ അച്ഛന് ബാധ്യതയുണ്ട്. മകളുടെ വിവാഹ ആവശ്യങ്ങൾക്കും വിവാഹ ചെലവിനും അച്ഛൻ ചെലവിന് കൊടുക്കണം. ഇത്രയും റൈറ്റ്സ് ഭാര്യ എന്നുള്ള നിലയിൽ നിങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി കോടതിയെ സമീപിക്കാം. നിങ്ങൾക്ക് കുട്ടിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗാർഡിയൻഷിപ്പിന് വേണ്ടി ഫാമിലി കോടതിയിൽ അപേക്ഷ കൊടുക്കാം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം, അന്തിമമായ തീരുമാനം 2 കൂട്ടരും കൂടി ഒരു തീരുമാനത്തിൽ എത്താത്തടത്തോളം ഇവിടെ ഇരിക്കുന്ന അദാലത്തിന് ഒരു പ്രത്യേക തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് തീരുമാനത്തിൽ എത്തിക്കാനോ കഴിയില്ല. ജസ്റ്റ് പ്രകാശ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പ്രകാശ് തീർത്തും ഒരു അച്ഛൻ നിലയിലോ അല്ലെങ്കിൽ ഒരു നല്ല ഭർത്താവ് നിലയിലോ പെരുമാറിയിട്ടുണ്ട് എന്ന് ഇതുവരെയുള്ള നിങ്ങളുടെ 2 പേരുടെയും സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അത് നിങ്ങളെപ്പോലെയുള്ള അച്ഛന്മാരോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ ഇനിയുള്ള കാലത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ ഞാൻ കഴിയൂ. ഇവിടെ വളരെ ദുഃഖകരമായൊരു പര്യവസാനത്തിലേക്കാണ് ഈ അദാലത്ത് പോകട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2 കുട്ടികളെ അച്ഛനില്ലാതെ വളർത്തേണ്ടി വരുന്ന, അച്ഛൻ്റെ ഒരു സ്നേഹമോ പരിലാളനോ ഇല്ലാതെ വളർത്തേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ സ്ഥിതിയിലേക്ക് ഇത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായിട്ടും ഒരു ഡിസൈറബിൾ ഡിസിഷനല്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ വേറൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ്. എന്നിട്ട് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഒരു ഡൈവോഴ്സ് എന്നുള്ള കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വാശി പിടിച്ച് നിൽക്കുന്നത് ഭാര്യയാണ്. പക്ഷെ അവർക്ക് അതിനുള്ള റൈറ്റുണ്ട്. നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ളതുപോലെ തെറ്റുകൾ കൂടെ ഉണ്ടായിട്ടുള്ളത് പ്രകാശം തന്നെയാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കാനുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ ഇനി തെറ്റുകൾ ഉണ്ടാവില്ലെന്നും തെറ്റ് ചെയ്തതിന് എനിക്ക് ദുഃഖമുണ്ടെന്നും ഭാര്യയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം പോലും പ്രകാശിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അങ്ങനെ ഒരു ശ്രമം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇപ്പോഴാണെങ്കിൽ പോലും ഈ ഭാര്യ ഈ കുട്ടികളുടെ ഭാവിയെ കണക്കാക്കിക്കൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തീരുമാനത്തിനകത്ത് ഇനി നമുക്ക് ഡിസ്കഷൻ സമയമില്ല, ഡിസ്കഷനൊക്കെ ഒത്തിരി കഴിഞ്ഞു. പക്ഷെ എനിക്കിപ്പോഴും ഒരു കാര്യം പ്രത്യേകിച്ചും പ്രകാശനോട് ചോദിക്കാനുള്ളത്, ഈ 2 കുട്ടികൾ നമ്മൾ വാശി പിടിച്ചിട്ട് കുട്ടികളെ വേണമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കോടതി വരുമ്പം കോടതിയുടെ തീരുമാനങ്ങൾ വരും. ആ കുട്ടി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടെന്നില്ല. പക്ഷേ ആ കുട്ടികൾ അവരണ്ടർഗോ ചെയ്യുന്നതായ, അവരനുഭവിക്കേണ്ടി വരുന്നതായ ഒരു മാനസിക ടെൻഷനുണ്ടല്ലോ, അതിന് ഉത്തരവാദി നിങ്ങളായിരിക്കും എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പോൾ ഒരു അനിയത്തിയുടെ ഭർത്താവിൻ്റെ ഒരു കാര്യം പറഞ്ഞു, അതൊക്കെ നമുക്കുണ്ടല്ലോ വളരെ നിസ്സാരമായിട്ട് കളയാവുന്നതാണ്. കാരണം ഈ കുട്ടികളുടെ ജീവിതത്തിന് മുമ്പിൽ അതൊന്നും ഒന്നുമല്ല. അങ്ങനെ അതിനെ കണ്ടുകൊണ്ടുണ്ടല്ലോ ഈ വാശി പിടിക്കാതെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി അത് ഒന്നുമല്ല എന്ന് സാറ് പറയണം. ഞാൻ കളയുന്ന അതേ രീതിയിൽ അവർക്ക് അതിനകത്ത് ഞങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ തീരുമാനം എടുക്കുന്ന ഒരു കാരണം തെറ്റ് കൂടുതൽ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ്.
എന്താണ് സത്യം? അല്ല, അതാണ് ഇപ്പം നിങ്ങൾ ഇവര് പറഞ്ഞ ആരോപണങ്ങളല്ല, തെളിവുകൾ എവിടെ? അല്ല, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ഷമിച്ചും സഹിച്ചും 2 കുട്ടികളെ വളർത്തി അവസാനം ഇങ്ങനൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഭാര്യയോട് വീണ്ടും ഭർത്താവിൻ്റെ കൂടെ പോകാൻ പറയാനായിട്ട് ഈ ഫോദർ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ഈ കാര്യത്തിലുണ്ട് നിങ്ങളുടെ ചെയ്ത തെറ്റുകളെ സമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇനി അവർക്കൊരു ബോധ്യം വരികയായിരുന്നു. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ജെനുവിനാണ്. അഡ്വക്കേറ്റ് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്നത് ജെനുവിനാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാവേണ്ടത് നിങ്ങളും തന്നെയാണ്. അതിനുള്ള ശ്രമം നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ആ 2 കുട്ടികളുടെ ജീവിതം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു വിധത്തിലും നിങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് പണം കൊടുത്താലും കിട്ടാത്ത സന്തോഷവും തൃപ്തിയും അവരുടെ ഭാവി സുരക്ഷിതമാക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് ഇന്നിപ്പോൾ അദാലത്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനങ്ങളിലേക്ക് പോകാൻ പറ്റുകയില്ല. കാരണം ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു അവസരം ഉണ്ടല്ലോ നിങ്ങൾക്കുണ്ട്, ആ അവസരം നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളത്. ഈ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരുപക്ഷെ ഒരു സാഹചര്യം ഉണ്ടായേക്കും. അതിനുള്ള സദ്ബുദ്ധി നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവർ 2 പേരെയും കഥ നമ്മൾ കേട്ടു. നിർഭാഗ്യമെന്ന് പറയാം, നമുക്ക് യാതൊരു ഒരു തീരുമാനം എടുക്കാൻ ഒക്കുന്നില്ല. ഇനിയും പ്രകാശിന് ധാരാളം സമയമുണ്ട്. ഭാര്യയെ പോയി കാണാം, സംസാരിക്കാം, പിള്ളേരെ നോക്കാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. കുഞ്ഞുങ്ങൾ അച്ഛനില്ലാതെ എത്ര തന്നെ ഇനി ആരൊക്കെ വന്നാലും അച്ഛനാവില്ല. അവർ പറഞ്ഞതുപോലെ ഇവരിൽ യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. ഇനി അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. നല്ലൊരു കുടുംബജീവിതം തിരിച്ചിവർക്ക് കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. 2 കുഞ്ഞുങ്ങളുമായി ജീവിതം സാക്ഷിയുടെ പടിയിറങ്ങുന്ന ജ്യോതിക്കായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാത്തിരിക്കുക പുതിയൊരു അധ്യായത്തിനായി. ഇത്തരം ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ ഞങ്ങൾക്ക് വിശദമായി എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, യൂണിവേഴ്സിറ്റി PO പാളയം, തിരുവനന്തപുരം 695034. ടെലിഫോൺ നമ്പർ 9847820096. ജീവിതം സാക്ഷിയിലൂടെ വളരെ സുതാര്യമായി ചുരുങ്ങിയ കാലയളവിൽ സാമ്പത്തിക ചിലവുകളൊന്നുമില്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതാണ്.